രേഖാ മേനോൻ എന്ന സ്ത്രീ നമ്മുടെ ചാനലുകളിലേക്ക് ആങ്കറായിരുന്നു. ഒരു കാലത്ത് നല്ല അവതാരികയായി ഒക്കെ പ്രത്യക്ഷപ്പെട്ട ആളാണ്. FTQ വിത്ത് രേഖാ മേനോൻ എന്ന് പറയുന്ന ചാനലിൽ കഴിഞ്ഞ ദിവസം വിസ്മയ മോഹൻലാലിൻ്റെ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ മകളുടെ അഭിമുഖം. ആ കുട്ടി പുതിയ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നതുമായൊക്കെ ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് അതിൽ അധികവും സംസാരിച്ചത്. പക്ഷേ അതിനിടയിലൂടെ ആ കുട്ടിയുടെ ഒരു നിലപാടിനെ സംബന്ധിച്ച്, ഒരു രാഷ്ട്രീയ ബോധ്യത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ചോദ്യം ഉന്നയിച്ചു രേഖാ മേനോൻ. ആ ചോദ്യങ്ങൾക്ക് യാതൊരു മറയും മടിയുമില്ലാതെ ഏറ്റവും മനോഹരമായിട്ടാണ് ആ കുട്ടി മറുപടി പറഞ്ഞത്. വിസ്മയോട് ചോദിക്കുകയാണ്, ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട് വിസ്മയ സ്വീകരിച്ച നിലപാട്, അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം എന്ന് പറയുമ്പോൾ നമ്മുടെ മേജർ രവി സാറ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അത് അബദ്ധത്തിൽ, അറിയാതെ, വികാരപരമായി, ഒരു പൂച്ചയെ വേദനിപ്പിക്കുന്നത് കണ്ടാലും വേദനിക്കപ്പെടുന്ന ലോല മനസ്സ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനൊരു ലോലഭാവത്തിലൊന്നുമല്ല വിസ്മയ അതിന് മറുപടി പറഞ്ഞത്. അവർ പറഞ്ഞത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, അവിടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ താൻ തൻ്റെ നിലപാട് പറയും. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല, അത് പ്രത്യേകിച്ച് എന്തെങ്കിലും രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കൽ കൊണ്ടോ എതിർക്കൽ കൊണ്ടോ അല്ല, മറിച്ച് ആ സമരത്തിൻ്റെ ആവശ്യങ്ങളോടുള്ള ബോധ്യം കൊണ്ടാണ് എന്ന് ആവർത്തിച്ച് വിസ്മയ മോഹൻലാൽ വ്യക്തമാക്കുകയുണ്ടായി. അത് സാധാരണ ഈ പറയുന്ന സെലിബ്രിറ്റി കുട്ടികൾക്ക് അച്ഛന്മാരുടെ നിഴലിൽ തന്നെ നിൽക്കണം, ആ ചുറ്റുപാടുകളിൽ തന്നെ മിണ്ടാതിരുന്നും അതുപോലെയൊക്കെയുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്ന ബോധ്യങ്ങൾക്കപ്പുറത്ത് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുന്ന ഒരു പുതിയ തലമുറയുടെ ആർജവമുള്ള നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയത്. വിസ്മയ മോഹൻലാൽ നേരത്തെ പറഞ്ഞത് കേവലം ഒരബദ്ധമോ അല്ലെങ്കിൽ അക്ഷരപ്പിശകോ അതിവൈകാരികതയുടെ എന്തെങ്കിലും സംഗതികളോ ഒന്നുമായിരുന്നില്ല, മറിച്ച് അത് കാര്യങ്ങൾ ബോധ്യമുള്ളതിൻ്റെ ഒരു ഉറച്ച നിലപാട് തന്നെയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ആ കുട്ടിയുടെ നിലപാട്. ഏതായാലും ഉറച്ച നിലപാടുകളെ അല്ലെങ്കിൽ അത്തരം അഭിപ്രായ പ്രകടനങ്ങളെ അത് ആർക്കനുകൂലമായി വരുന്നു, എതിർക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ചില ബോധ്യങ്ങളുടെ തുറന്നു പറച്ചിലായി അതിനെ വ്യാഖ്യാനിച്ചാൽ യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് ആ കുട്ടി നമ്മുടെ മേജർ രവിയണ്ണനെ കൂടിയാണ് തിരുത്തിയത്. നിലപാട് തൻ്റേതാണ്, ജനാധിപത്യ രാജ്യമാണ്, പറഞ്ഞത് ബോധ്യമാണ്, ഇനിയും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അതുപോലെ തന്നെ പറയുമെന്നാണ് ആ കുട്ടി ഉറക്കെ പറഞ്ഞത്.